നന്ദഗോപാൽ കൂടി ചേരുകയാണ്. നന്ദു, ഇനിയിപ്പോൾ നാളെ ഈ സംസ്കാര ചടങ്ങുകൾ പൊതുദർശനമടക്കം എങ്ങനെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഇക്കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? രണ്ട് ലോറികൾ ഇതുവഴി വരുമ്പോൾ നന്ദഗോപാലിലേക്ക് വരാം. നന്ദഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദു, ഇനിയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അതിനുശേഷം അവിടെ പൊതുദർശനം ഉൾപ്പെടെയുള്ളവ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് നാളെ പുലർച്ചയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മീൻവല്ലം സ്വദേശികളാണ് ഈ മരിച്ചവർ. ഇവരുടെയൊക്കെ അടുത്തടുത്ത വീടുകളാണ്, സുഹൃത്തുക്കളാണ്. ഈ പരീക്ഷ കഴിഞ്ഞ് ഇവിടെ നിന്നും നടന്നു പോകുന്നതിനിടെയാണ് ഈ 4 പെൺകുട്ടികൾ ഈ ഒരു അപകടത്തിൽ പെടുന്നത്. മറ്റൊരു കുട്ടി കൂടെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഈ ലോറി വരുന്നത് കണ്ട് ഈ കുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ മറ്റു 4 പേർക്കും ഇങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചില്ല. അതാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം അവിടെ നിന്നും പുറപ്പെട്ട് ഇവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മീൻവല്ലത്താണ് വീടുകൾ ഉള്ളത്, അടുത്തടുത്ത വീടുകളാണ് എന്നുള്ളത് അറിയുന്നു. ഇവിടെ മറ്റ് പൊതുദർശനം ഉൾപ്പെടെ നടത്തിയ ശേഷം നാളെ പുലർച്ചെ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കുമെന്നാണ് അറിയിക്കുന്നത്. ജനപ്രതിനിധികളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലേ? നിലവിൽ ജില്ലാ ആശുപത്രിയിൽ ജനപ്രതിനിധികളൊക്കെ തന്നെ തുടരുന്നുണ്ട്. അവിടെ നിന്നും ഈ മൃതദേഹത്തിനോടൊപ്പം അനുഗമിക്കും എന്നുള്ളതാണ് അറിയുന്നത്. ഇവിടെ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ജനപ്രതിനിധികളൊക്കെ ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സമീപത്തുള്ള മദർ കെയർ ആശുപത്രിയിലും ഒപ്പം ഇസാഫ് ആശുപത്രിയിലായിരുന്നു ആദ്യം മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നിന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് നടപടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ജില്ലാ കളക്ടർ മുൻകൈ എടുത്താണ് ഇത്തരത്തിൽ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ മൃതദേഹം അല്പസമയത്തിനകം തന്നെ വീടുകളിലേക്ക് എത്തിക്കുമെന്നുള്ളതും അറിയുന്നു. നാല് വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. നാളെ രാവിലെ 7 മുതൽ കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. ഇപ്പോൾ 8:30 വീടുകളിൽ മൃതദേഹം എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മരിച്ച 4 വിദ്യാർത്ഥികളും അയൽവാസികളാണ്. നാടൊന്നാകെ വലിയ സങ്കടത്തിലാണ്. നന്ദു, ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? എപ്പോൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്?
ഏറ്റവും ഒടുവിൽ അറിയുന്നതനുസരിച്ച് പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇന്ന് സൂക്ഷിക്കും. അതിനുശേഷം രാവിലെ 6 മണിക്ക് 4 മൃതദേഹവും ബന്ധുക്കൾ ഏറ്റുവാങ്ങുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നീട് രാവിലെ 7 മുതൽ 8:30 വരെ കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 8:30യോടുകൂടി മൃതദേഹം കുട്ടികളുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകും. ഇവിടെയായിരിക്കും പിന്നീട് മറ്റ് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം കബറടക്കം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 8:30യോടുകൂടി മൃതദേഹം കുട്ടികളുടെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലാണ് രാവിലെ 6 മണിക്കായിരിക്കും ബന്ധുക്കൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങുക. ഇന്ന് രാത്രി മൃതദേഹം ഈ വീടുകൾ ജില്ലാ ആശുപത്രിയിൽ തന്നെ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷമായിരിക്കും നാളെ കബറടക്കമുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 4 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 4 പേരും അയൽവാസികളാണ്. ഒരു നാടിന് താങ്ങാൻ കഴിയുന്നതിലും അധികം ദുഃഖമാണ് ഇന്ന് 4 മണിയോടെ ഉണ്ടായത്. നിയന്ത്രണം വിട്ട ലോറി മറ്റൊരു ലോറിക്ക് മുകളിലിടിച്ച് ലോറി മറിഞ്ഞാണ് 4 വിദ്യാർത്ഥികളും മരിച്ചത്. 3 വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്തും 1 വിദ്യാർത്ഥി ആശുപത്രിയിലുമാണ് മരണപ്പെട്ടത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഈ അപകടത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധങ്ങൾ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടായിരുന്നു. സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലമാണ്. പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വലിയ പ്രതിഷേധം ഇരമ്പുന്ന കാഴ്ചയാണ് ഇന്ന് ദേശീയപാതയിൽ കണ്ടത്. വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടടക്കം പ്രതിഷേധിക്കുന്നത് കണ്ടു. അതിനുശേഷം പ്രശ്നം പരിഹരിക്കാമെന്ന കലക്ടറുടെ ഉറപ്പിന്മേലാണ് അവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. ഒരു വലിയ ദുരന്തം വരെ കാത്തിരിക്കണമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടിയ ആളുകൾ ചോദിച്ചത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. നാടിന് താങ്ങാവുന്നതിനും അധികം സങ്കടമാണ്. അയൽവാസികളായ ഒരുമിച്ച് നടന്ന കൂട്ടുകാരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 4 പെൺകുട്ടികളാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കും. അതിനുശേഷം നാളെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാകുക. എംഎൽഎമാരടക്കം സ്ഥലത്തിപ്പോൾ ഉണ്ട്.